പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷെരീഫ് ഖാന്റെ നമ്പർ ആരാ കൊടുത്ത് എന്ന് എനിക്കറിയില്ല. അത് വിപിൻ വഴിയാണെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വിപിനോട് വിളിച്ചു വെച്ചോ, വിപിൻ അറിയില്ലെന്ന് പറഞ്ഞു. പാലാരിവട്ടം സ്റ്റേഷനിൽ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഉണ്ണിയേട്ടനെ അറിയില്ല, ഞങ്ങൾ സിനിമയുടെ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി നമുക്ക് 15-ാം തീയതി റിലീസ് പറഞ്ഞ സിനിമയാണ്. 15-ാം തീയതിക്കുള്ളിൽ അതിന് മുമ്പായിട്ട് ഫൈനൽ ഔട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്ക് തരാൻ പറ്റില്ല. അപ്പോൾ കാരണങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ, ഈ സ്റ്റുഡിയോൻ്റെ ഓണർ, പുള്ളിനെ വർക്ക് ചെയ്യാൻ അവിടെ സമ്മതിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ആ സിനിമ ആ ടൈമിന് റിലീസ് ചെയ്യാൻ പറ്റാതായി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്താ കാണിച്ചു, ഞങ്ങളുടെ ബാക്കപ്പ് വെച്ച് ഞങ്ങൾ നന്ദകുമാറിനെ ഒഴിവാക്കി. നമ്മൾ നന്ദകുമാറായിട്ട് യാതൊരു എഗ്രിമെൻറ്റും ഇല്ല, ഉണ്ണി നന്ദകുമാറായിട്ട് യാതൊരു എഗ്രിമെൻറ്റും ഇല്ല. ആ വഴി ഞങ്ങൾക്ക് കുറച്ച് നഷ്ടമുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ പറഞ്ഞ ടൈമിന് നന്ദകുമാർ തരാതായപ്പോൾ ഞങ്ങൾ നന്ദകുമാറിനെ ഒഴിവാക്കി, ഞങ്ങൾ വേറെ ആളിനെ ഏൽപ്പിച്ച് അത് മുഖാന്തരമാണ് ഞങ്ങളുടെ ബാക്കപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ പടം DA ഒക്കെ തീർത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് 29-ാം തീയതി ഞങ്ങൾ റിലീസ് ചെയ്യുക തന്നെ ചെയ്യും. അതിനെതിരെ അയാൾക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോട്ടെ. പരാതി നന്ദകുമാറായിട്ടല്ലേ. ഞങ്ങൾ അയാളുടെ അടുത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ അയാൾ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. പിന്നെ ഞങ്ങളുടെ ടൈമിന് ഞങ്ങളുടെ പടം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളത് റിലീസ് ചെയ്യാനുള്ള വഴി ഞങ്ങൾ നോക്കും. മനസ്സിലായോ? അപ്പോൾ നന്ദകുമാർ ഞങ്ങളുടെ എഡിറ്റർ തന്നെയായിരുന്നു. മൂപ്പരിനെ ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങളുടെ ടൈമിന് കിട്ടാണ്ടായപ്പോൾ പുള്ളിയെ ഞങ്ങൾ ഒഴിവാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇത് ബ്രോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല അയാൾക്ക്. ഒരൊറ്റ സ്ട്രോങ് ആയിട്ട് പറയാം. എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ ടൈമിൽ എനിക്ക് തീർത്തു കൊടുക്കാൻ ഉണ്ണിച്ചേട്ടൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിയായിട്ട് പേഴ്സണലായിട്ടും സംസാരിച്ചു. പുള്ളി വായിൽ കണ്ട റേറ്റ് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് നടത്താൻ പറ്റില്ല. ഈ റേറ്റ് എനിക്ക് അവരൊക്കൊന്നും കിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വീട് വിറ്റ് കൊടുക്കാനൊന്നും എനിക്ക് നടക്കില്ല, കള്ളക്കണക്കാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നിയപ്പോൾ അവർ എന്നെ ഒഴിവാക്കി. അവരെ കയ്യിൽ അവർ ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നത് ഇയാളുടെ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അയാളുടെ DAയും വേണ്ട, ഒന്നും വേണ്ട, അയാളുടെ ഫൈനൽ ഔട്ട് നമ്മൾ അവിടെ അടിച്ചില്ല. ബാക്കപ്പ് ഒഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് പടം വേറെ DA കഴിഞ്ഞ് അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിത്രം റിലീസിന് പോയിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഒരിക്കലും ഞങ്ങളും ബ്രോയും തമ്മിൽ യാതൊരു ബന്ധമുണ്ടെന്ന് സ്റ്റേഷനിലും പറയണ്ട, ഉണ്ണിച്ചേട്ടൻ ചോദിച്ചാലും പറഞ്ഞാൽ മതി. എന്നെ അവർ ഒഴിവാക്കി. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾക്കെതിരെ ഒരു ഒലക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്രോയ്ക്കെതിരെയും ചെയ്യാൻ പറ്റില്ല, ഒരു എഗ്രിമെൻറ്റും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിളിച്ചു കൊടുത്തൊന്നും നമുക്ക് വരാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ പുറകെ നടക്കുന്ന എല്ലാ ജോലി. അയാൾക്കെതിരെ പരാതിയിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നീങ്ങാൻ പറ. ഇനി അയാൾക്ക് ഇനി പരാതിൻ്റെ കാലത്ത് ഇങ്ങോട്ട് വരാൻ പറ, പാലക്കാട്ടേക്ക് വരാൻ പറ എന്ന് പറഞ്ഞു. പോലീസുകാരനോട് ഞാൻ പറഞ്ഞതാണ്. ഇതിന് ഈ പേരിൽ മുഹമ്മദ് ഷെരീഫിനെ, സുധീഷ് ചന്ദ്രബഷീറിനെ, ഹുസൈനെ വിളിക്കേണ്ട കാര്യമില്ല. ഞങ്ങളാരും ഈ പരാതിയായിട്ടും അവിടെ സ്റ്റേഷനിൽ വരില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രോയിനോട് വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. എന്നെ അവർ ഒഴിവാക്കി. അവരവരുടെ സിനിമ റിലീസ് ചെയ്യുന്നു. ഇയാൾ നമ്മുടെ ടൈമിന് സ്റ്റുഡിയോയിൽ വർക്ക് തീർത്തു തന്നില്ല. അതുകൊണ്ട് അവർക്ക് തീരുന്നത് വഴി അവർ നോക്കി. അവർ വേറെ എവിടെയെങ്കിലും കൊടുത്ത് ചെയ്തിട്ടുണ്ടാവും, അത് നമുക്കറിയില്ല. അവരെന്നെ ഒഴിവാക്കി. ഞങ്ങൾ തമ്മിൽ യാതൊരു എഗ്രിമെൻറ്റും ഇല്ല, എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ.